ഓക്കെ. ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. ഇതാണ് നമ്മൾ എച്ചിപ്പാറ സ്കൂള്. ഡാമിൻ്റെ ഉള്ളിൽ ഒരു ഉൾക്കാടിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു സുന്ദരമായൊരു സ്കൂള്. ഒരു 8ാം ക്ലാസ് വരെയാണ് ക്ലാസ് ഉള്ളത്. അതിൻ്റെ 8ാം ക്ലാസ് വരെ അതെ ഒരു സൂപ്പർ അന്തരീക്ഷമാണ്. ഒരു വാഹനങ്ങളുടെ ബഹളങ്ങളോ ഒറ്റപ്പാടോ ഒന്നുമില്ലാതെ സമാധാനമായിട്ട് പഠിക്കാൻ പറ്റിയൊരു സ്കൂളാണത്. ഗവൺമെൻറ് സ്കൂള്. ഇവിടെ ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ എന്താ പറയുക സ്കൂളിൻ്റെ ഉൾവശം തന്നെ കണ്ടല്ലോ അറിയാം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, ഇവിടെ ലോക്കാണ്. ഇന്നിപ്പോൾ സൺഡേ അല്ലേ. എല്ലാവർക്കും നമുക്ക് ഉള്ളിലത്തെ വീഡിയോസും കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ വികസനം കണ്ടോ. സ്കൂളിൻ്റെ ഇത്രയും ഉള്ളേരിയിൽ വരെ ഇത്രയും ചിൽഡ്രൻസ് പാർക്കാണ് കണ്ടാ. നോക്കിയാൽ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സൗകര്യങ്ങളും പോലെ കണ്ടാൽ തന്നെ വേറൊരു നമ്മൾ പുറത്തൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ലെവൽ. ഇപ്പോഴത്തെ സ്കൂളുകളൊക്കെ ഒട്ടുമിക്ക സ്കൂളുകളൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഇതിൽ ഇംഗ്ലീഷ് മീഡിയം ലെവലിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത്രയും ഉൾക്കാടുകളിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉൾക്കാട് ഉദ്ദേശിക്കുന്നത് അത്രയും 10-11 കിലോമീറ്റർ കടന്നു വന്നിട്ട് അടിപൊളി സൂപ്പറായൊരു സ്കൂള്. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. ഇതിൻ്റെ ഉൾഭാഗം ഇപ്പോൾ കാണാൻ കഴിയില്ല, പിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്കൂൾ കാണാനും ചാടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ചിപ്പാറെല്ലാം വിളിച്ചാൽ വിളിപ്പുറത്ത് എൻ്റെ ചങ്കൾ. ഇത് നിധിമോൻ, ഇത് സനിക്കോട്ടെ, ഇത് അപ്പുകോട്ടെ. ചങ്കൾ ഉണ്ടാവും. വിളിച്ച ഒരു സെക്കൻഡ് ഇല്ല, അപ്പോൾ ഒരു വ്യക്തി അവർ ചിപ്പാറ ഇവരൊക്കെ ഡാമിൽ ജോലി പഠിക്കുന്ന പിള്ളേരാണ്. ഗവൺമെൻറ് തലത്തിൽ ജോലികൾ അന്വേഷിച്ച് ഓടി നടക്കണം, ജീവിത ലൈഫ് എവിടെയെങ്കിലും എത്താൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ ഡാമിൽ ജോലി ചെയ്യുന്നുണ്ട്. കൊട്ടവഞ്ചി ആയിട്ടു. പിന്നെ എന്താ പരിപാടി? ട്രക്കിങ്. ട്രക്കിങ്ങിന് അങ്ങനെ പുറത്തുനിന്ന് ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി. ഒന്ന് ആംഫി ട്രക്കിംഗ് എന്ന് പറഞ്ഞ ട്രക്കിംഗ് ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് വാക്കിംഗ് എന്ന് പറഞ്ഞത്. ക്ലൈമറ്റ് വാക്കിങ്ങിന് ഒരു 12 കിലോമീറ്റർ എന്നുള്ള നടക്കണം. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫീസ് ഒരാൾക്ക് 1000 വെച്ചിട്ട് 10 പേര് ആയാലും മാക്സിമം 10 പേരായാലും ക്ലൈമറ്റ് വാക്കിംഗ് കൊണ്ടുപോകുന്നത്. പിന്നെ ആംഫി ട്രക്കിംഗ് 6 പേര്, അത് ഒരാൾക്ക് 800 രൂപ വെച്ചിട്ട്. പിന്നുള്ളത് ചൂരത്തല വിറകുതോട് വെള്ളച്ചാട്ടം കാണിക്കാനാണ് മെയിൻ. വാട്ടർഫോൾ ഉണ്ട് അവിടെ. സ്റ്റേ പരിപാടി ഇല്ല ഇപ്പോൾ. ആനകളുണ്ടാണോ അതോ കടുവ പ്രോബ്ലംസ് ഉണ്ടോ? കുറച്ച് മെയിൻ്റെനൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. മറ്റേ വെള്ളത്തിൻ്റെ അതായത് ഉള്ളേരി പോയിട്ട് ഉരുൾപോട്ട് അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാവും? അങ്ങനത്തെ ഇല്ല, അങ്ങനത്തെ ഒന്നല്ലേ. നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അത് നമ്മുടെ നാട്ടിലേക്ക് ഭാഗ്യം. അല്ലാണ്ടിരിക്കട്ടെ, എവിടെ ഇല്ലാണ്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് സനിക്കൂട്ടെ എന്താണ് എച്ചിപ്പാറയെ കുറിച്ച് 2 വാക്ക്? എച്ചിപ്പാറയെ കുറിച്ച് 2 വാക്ക്, ഡാമിനെ കുറിച്ച്. ഇത് നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അറിയാൻ വേണ്ടി 2 വാക്ക് സംസാരിക്കും. ട്രക്കിങ് കാര്യങ്ങൾ നീ പാലപ്പള്ളിക്കാരനല്ലേ? ഡാമിൽ എച്ചിപ്പാറക്കാരനല്ലേ? ഇതാണ് എന്റെ ഫ്രണ്ട്സ്. ഒരു ഇത് പറയാൻ നീ മറന്നു. ഒരാൾക്ക് 200 രൂപ ഞാൻ പറഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞു വരുമ്പോഴേക്കും വേറെ കാര്യത്തിലേക്ക് കിടന്നില്ല. എന്താ വിശദീകരിച്ചത്? അതിപ്പോ ഒരാൾക്ക് 200 വെച്ചിട്ട് സൈക്ലിങ്ങും 200 ഒരാൾക്ക്. ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ 600. അത് 3 പേര്. കൊട്ടവഞ്ചി കയറാൻ അത് കൊട്ടവഞ്ചിക്ക് 400. അത് 4 പേർക്ക് കയറാം. സേഫ്റ്റി ജാക്കറ്റും സംഭവങ്ങളൊക്കെ. അതിലൊന്നെങ്കിലും ഡിക്ലറേഷൻ ഫോം എഴുതിക്കും. നമ്മൾ ടിക്കറ്റ് എടുക്കാനേ മുന്നേ ഡിക്ലറേഷൻ ഫോം എഴുതിച്ച് സൈൻ ചെയ്തിട്ടാണ് താഴത്തേക്ക് ടിക്കറ്റ് കൊടുത്ത് വിടുള്ളൂ. ഇൻഷുറൻസ് ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് സംഭവിക്കാതിരിക്കട്ടെ, എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ എച്ചിപ്പാറ ചങ്കാള്. എന്താ 3ാം ക്ലാസ് LP UP എന്താ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ട്രൈബൽ. അല്ല, ഇതെങ്കിൽ ഇത് വന്നല്ലോ.